63ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ പ്രോഗ്രാം ഷെഡ്യൂൾ തയ്യാറായി. 2025 ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരം നഗരത്തിലെ വിവിധ വേദികളിൽ വെച്ച് കലോത്സവം നടക്കും. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 101ഉം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 110ഉം സംസ്കൃതോത്സവത്തിൽ 19ഉം അറബിക് കലോത്സവത്തിൽ 19ഉം ഇനങ്ങളിലായി ആകെ 249 ഇനങ്ങളിൽ മത്സരം നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. കലോത്സവത്തിന്റെ പ്രോഗ്രാം ഷെഡ്യൂൾ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമായി 15,000-ൽ പരം കലാപ്രതിഭകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കുമെന്നും മന്ത്രി അറിയിച്ചു. നഗരത്തിലെ 30ഓളം സ്കൂളുകളെ അക്കോമഡേഷൻ സെന്ററുകളായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി 5 ഗോത്ര നൃത്തരൂപങ്ങൾ കൂടി ഈ വർഷത്തെ കലോത്സവത്തിൽ മത്സര ഇനങ്ങളാകും. മംഗലം കളി, പണിയ നൃത്തം, പളിയ നൃത്തം, മലപുലയ ആട്ടം, ഇരുള നൃത്തം എന്നിവയാണ് പുതുതായി ഉൾപ്പെടുത്തിയ തദ്ദേശ നൃത്തരൂപങ്ങൾ. സ്വർണ്ണക്കപ്പിന്റെ ഘോഷയാത്ര 2024 ഡിസംബർ 31-ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നിന്ന് ആരംഭിച്ച് എല്ലാ ജില്ലകളിലൂടെയും പ്രയാണം പൂർത്തിയാക്കി 2025 ജനുവരി 3-ാം തീയതി രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയായ തട്ടത്തുമലയിൽ എത്തിച്ചേരും. അവിടെ വെച്ച് സ്വർണ്ണക്കപ്പ് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സ്വീകരിച്ച് ഘോഷയാത്രയായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരും. പ്രോഗ്രാം ഷെഡ്യൂൾ പ്രകാരം തിരുവനന്തപുരം നഗരത്തിലെ 25 വേദികളിലായാണ് കലാമത്സരങ്ങൾ അരങ്ങേറുക. വേദികൾക്ക് കേരളത്തിലെ നദികളുടെ പേരുകളാണ് നൽകിയിരിക്കുന്നത്. എല്ലാ വേദികളിലും രാവിലെ 9:30-ന് തന്നെ മത്സരങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള ഷെഡ്യൂൾ ആകെ ഇനങ്ങളുടെ എണ്ണം അനുസരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പീലുകൾ വരുന്നതോടെ സമയക്രമത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. മത്സരം യഥാസമയം തുടങ്ങുന്നതിനും അവസാനിപ്പിക്കുന്നതിനും ചില കർശന നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും തേർഡ് കോളും ചെയ്തിട്ടും വരാത്ത ടീമുകളെ അയോഗ്യരാക്കുന്നതും പരിഗണനയിലുണ്ടെന്ന് മന്ത്രി അറിയിച്ചു.